ഫ്രണ്ട്സ്, ഞങ്ങൾ രാവിലെ ഒരു 7:30 ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ടാക്സി സർവീസ് എന്ന് പറയുന്നത് ഓട്ടോകളാണ്. അപ്പോൾ ഞങ്ങൾ 3 ഓട്ടോകളിലായിട്ട് ഞങ്ങൾ ഇത്രയും പേര് 3 ഓട്ടോകളിലായിട്ട് ഇവിടുന്ന് യാത്ര തിരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഒരു മോർണിംഗ് വൈബ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അവിടുന്ന് ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ യാത്ര തിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ തിരക്കിട്ട് ജോലിക്ക് പോകുന്നതും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ജീവിത രീതിയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററാണ് ഹംപിയിലേക്കുള്ള ദൂരമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ജനസംഖ്യ വളരെ കുറവുള്ളൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഹംപി. അതും ഹോസ്പിറ്റലിൽ നിന്ന് യാത്ര പോകുമ്പോഴും അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. ഇവിടെയുള്ള ആളുകൾ ഹോസ്പിറ്റലെന്നും അല്ലാതെ ഹൊസാപ്പെട്ടെന്നും പറയുന്നവരുണ്ട്. ഇത് രണ്ടും ശരിയാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 10-20 വർഷം പിന്നിലേക്ക് വന്ന പോലത്തെ ഒരു ആംബിയൻസാണ് ഇവിടെ. ശരിക്കും കാളവണ്ടി നോക്ക്, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു മോർണിംഗ് വൈബാണ് ഈ യാത്ര. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പം ഹൊസാപ്പെട്ടിൽ നിന്ന് ശരിക്കും ഹംപിയിലേക്ക് ഒരു 14 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ പ്ലേസിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹംപി സിറ്റി, അതായത് ഹംപിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ ഹോം സ്റ്റേ എടുത്തിരിക്കുന്നത്. ഹംപി ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. ബസ് സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും എല്ലാം ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ താമസിക്കാനുള്ള സ്ഥലം. വളരെ ചെറുതെന്ന് തോന്നുമെങ്കിലും ഭയങ്കര എന്താ പറയണ്ടേ, ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉള്ളൊരു ഹോം സ്റ്റേ ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾക്ക് റൂം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു റൂമിൽ 3 ആൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഹോം സ്റ്റേയിൽ താമസിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു റൂമാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം ഒരുക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. കാരണം ഇവിടെ വലിയ ഒരു സ്ട്രക്ചറിങ് കാര്യങ്ങളോ ഒന്നും നടത്താനായിട്ട് നിലവിലെ ഗവൺമെൻറ് സമ്മതിക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഹോം സ്റ്റേകൾ മാത്രമേ ഉള്ളൂ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ.
അത് നമ്മൾ അതിൻ്റെ പരിമിതിയും കാര്യങ്ങളും മനസ്സിലാക്കി യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അതിനകത്ത്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ നേരെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത്. ഞങ്ങൾ വിരുഭാഷ ടെമ്പിളിന് നേരെ ഫ്രണ്ടിലുള്ള ഹോം സ്റ്റേ ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എല്ലാവരും കുളിച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അല്ല, അപ്പൊ അവരെന്ത് സംസാരിക്കും? അവരും ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷ് സംസാരിച്ച് താങ്ക് യു. എന്റെ ഫോട്ടോ കൊണ്ട് പിടിച്ചേരട്ടോ. എന്നിട്ട് ഗ്രൂപ്പിലിട്ടേക്കണേ. ഫുഡ് കഴിക്കുന്നൊക്കെ എടുക്കും. നല്ല ഇഡ്ഡലി, നല്ല പൂ പോലുള്ള ഇഡ്ഡലി. ഞാൻ പറഞ്ഞില്ലേ മാം നന്നായിട്ട് ആണോ, നല്ല സൂപ്പർ ഇഡ്ഡലിയാണ്. നല്ല പൂ പോലത്തെ ഇഡ്ഡലി. ചട്നി നല്ലതാണ്. ഇതാണോ അതെയോ? ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വിരുഭാഷ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്ന് 13-ാം തീയതിയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് വിരുഭാഷ ടെമ്പിൾ സന്ദർശിച്ച് ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് മുതൽ കണ്ടിന്യൂസ് ഞങ്ങൾ ഒരു 3-4 ദിവസം ഇവിടെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുക. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ള നേഴ്സറിയിൽ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതുപോലെ നിൽക്കുന്ന ഒരു ടെമ്പിളാണ് ഇത്. ഇതാണ് ഇവിടുത്തെ ഏക ടെമ്പിൾ. അന്ന് മുതൽ ഇന്ന് വരെ നിൽക്കുന്ന ഏക ടെമ്പിൾ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കേടുപാട് സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് ഏറ്റവും പഴക്കമുള്ള ഇപ്പോഴും പൂജ നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് വിരുഭാക്ഷ ക്ഷേത്രം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മഹത്തായ ഒരു നിർമ്മിതി, അത്ഭുതകരമായ നിർമ്മിതിയുള്ളൊരു, എല്ലാം നമുക്ക് ആ ഒരു ആർട്ടിൽ നമുക്കെല്ലാം കാണാൻ പറ്റുന്നൊരു ക്ഷേത്രമാണ്. കലയുടെയും ഭക്തിയുടെയും എല്ലാം ഒരു സംഗമമായിട്ടുള്ളൊരു ഇതായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിനെ കാണാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പരമശിവൻ്റെ മറ്റൊരു രൂപമായ വിരുഭാക്ഷനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇനി 7-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും കൊത്തിവെച്ചിട്ടുണ്ട്. 10 നൂറ്റാണ്ടിലധികം പഴക്കമുള്ളതാണ് ഇവിടെയുള്ള എല്ലാ ആർട്ട് വർക്കുകളും. പിന്നെ പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഈ ക്ഷേത്രത്തിൽ പല കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാനായിട്ടൊരു ടൂർ ഗൈഡിനെ നമ്മളാക്കിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ക്ഷേത്രവും ഉണ്ടായ ചരിത്രവും കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം നമുക്ക് വിവരിച്ചു തരുന്നത്. 1336, one of the Hindu kingdom was built in near Tungabhadra bank. The river name called Tungabhadra and the guru name called Vidyaranya. When the two people are coming from the Kakatiya kingdom, some people call they are Hazar people, Harihara and Bukkaraya, Hakka Bukka. Okay, then Guru noticed the Harihara and Bukka and given the all powers. That's why this city became in 1336 Vidyanagara. Vidya means knowledge, Nagara means city. This is the city of knowledge. And Guru Vidyaranya said on that time, Annadanam Paramdanam Vidyadanam Ataparam Annena Kshanika Tripim Yava Jivanchi Vidya. That means Annadana is a Shrestha, but Vidyadana is endless. Annadana gives Kshanika Tripti. Okay, but knowledge until our death. That's why this is the city of knowledge, Vidyanagara. 4 dynasty ruled, but one of the dynasty, Tuluva dynasty. The king name called Sri Krishna Deva Raya. The period was called as golden period of Vijayanagara because you are coming from the market. That market called the market of jewels. Jewels means on that market people are selling gold and diamond. After the battle of 1565, Vijayanagara lost the war and more than 1800 temples were destroyed by the Sultanates army. You know Sultanates, Ahmednagar, it's from Maharashtra.
Golconda, it's Hyderabad, Bijapur, Bidar, Gulbarga, Karnataka. All these are in the Battle of Talikota in 1565, we lost the battle and the triumph of sultans came. After that, the city was abandoned. Okay, and 300 years later, the city was rediscovered by Alexander Greenland, one of the colonel. You can see the chariot, no? Actually, rediscovered after 300 years, it was looking like this chariot. You can see the chariot. Top, you can see the Gopuram. All temples are converted into jungle. After the rediscovered, one of the commissioner came to Ballari because Robert Civil, all photos are taken in 1856, he documented and given to London Museum. After the commissioner came to Ballari, he researched all the things and write down first book about Vijayanagara, a forgotten empire. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ വലിയൊരു പുഷ്കരണി നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രകുളത്തിനെ ഇവിടെ പുഷ്കരണി എന്നാണ് പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ നിർമ്മിതി എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. നമുക്ക് അതിൻ്റെ ആ ഒരു പഴക്കവും അതിൻ്റെ ആ നിർമ്മിതിയും ആ കല്ലുകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതൊക്കെ ശരിക്കും ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു എന്തൊക്കെയാണ് അതിനകത്തെ അത്ഭുതം എന്ന് പറയുന്നത്. ആ ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ് ഈ കല്ലുകൾ മുഴുവൻ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് എന്താ സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കാണുമ്പോൾ ശരിക്കും നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോകും. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും ഒരു ശ്രീകോവിൽ, മുന്നറകൾ, മണ്ഡപം, ചെറിയൊരു പ്രവേശന കവാടം, നടുമുറ്റം, അങ്ങനെ ചെറിയ ചെറിയ ആരാധനാലയങ്ങൾ എന്നിവയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. ഗോപുരങ്ങളൊക്കെ തകർന്നിട്ട് പുനർനിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. കൃഷ്ണദേവരായിരുന്നു ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി ചെയ്യും. നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. 3-4 ദിവസത്തെ യാത്ര. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ചെറിയ ചെറിയ വീഡിയോസുകൾ മാത്രമാണ്. അപ്പോൾ താങ്ക് യു, സീ യു.